ഓം ശാന്തി 4/1/2014 പ്രഭാതമുരളി. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഞങ്ങൾക്ക് എത്ര മധുരമായ ബാബയെ ലഭിച്ചു എന്ന് നിങ്ങൾ അത്ഭുതപ്പെടണം. ഈ അച്ഛന് മറ്റു ഒരു തരത്തിലുള്ള ആശയമില്ല. ദാതാവായ ബാബ കൊടുക്കുന്നതിൽ ശക്തിശാലിയാണ്. വേണം എന്ന ആഗ്രഹം അല്പം പോലും ബാബയ്ക്കില്ല. ചോദ്യം: ബാബയുടെ അതിശയകരമായ പാർട്ട് ഏതാണ്? 100% നിഷ്കാമിയായ ബാബ ഏതൊരാഗ്രഹത്താലാണ് സൃഷ്ടിയിലേക്ക് വരുന്നത്? ഉത്തരം: പഠിപ്പിക്കുന്നതിന്റെ പാർട്ടാണ് ബാബയുടെ അതിശയകരമായ പാർട്ട്. ആ സേവനത്തിനു വേണ്ടി തന്നെയാണ് ബാബ വരുന്നത്. വന്ന് ബാബ തന്റെ മക്കളുടെ പാലന ചെയ്യുന്നു. വാത്സല്യത്തോടെ കുട്ടികളോട് പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഇത് ചെയ്യൂ. ബാബ ജ്ഞാനം കേൾപ്പിച്ചു തരുന്നു. പക്ഷെ തിരിച്ച് കുട്ടികളിൽ നിന്നൊന്നും സ്വീകരിക്കുന്നില്ല. 100% നിഷ്കാമിയായ ബാബ, ഞാൻ പോയി എന്റെ കുട്ടികൾക്ക് വഴി പറഞ്ഞു കൊടുക്കട്ടെ എന്ന ആഗ്രഹത്തോടെ സൃഷ്ടിയിലേക്ക് വരുന്നു. സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിച്ചു തരുന്നു. കുട്ടികൾ ഗുണവാനായി മാറണം. ഈ ഒരു ആഗ്രഹം മാത്രമാണ് ബാബയ്ക്കുള്ളത്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് യാതൊന്നും എടുക്കുകയോ കഴിക്കുകയോ ചെയ്യാത്ത ആത്മീയ അച്ഛനെ കിട്ടിയിരിക്കുന്നു. ബാബ ഒന്നും കുടിക്കുന്നില്ല. ഈ ആത്മീയ അച്ഛൻ എന്തെങ്കിലും ആശയോ ആവശ്യമോ ഇല്ല. മറ്റു മനുഷ്യരാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ആശയമുണ്ടാകും. ധനവാനാകണം, ഇന്നാളാകണം. ഈ അച്ഛന് യാതൊരു ആശയമില്ല. അഭോക്താവാണ്. ഞാനൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ഇല്ല എന്ന് ചില സന്യാസിമാർ പറഞ്ഞതായി നിങ്ങൾ കേട്ടിരിക്കും. ഇത് കോപ്പി ചെയ്യുന്നത് പോലെയാണ്. മുഴുവൻ ലോകത്ത് നോക്കിയാലും ഒന്നും എടുക്കാത്തതായി ഈ ലോകത്ത് ഒരു ബാബ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആരുടെ മക്കളാണ് എന്ന് കുട്ടികൾ ചിന്തിക്കണം. ബാബ എങ്ങനെയാണ് ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? തനിക്ക് വേണ്ടി യാതൊരു ആഗ്രഹവും ബാബയ്ക്കില്ല. ബാബ സ്വയം ഗുപ്തമാണ്. ആ ബാബയുടെ ജീവിതകഥ നിങ്ങൾ കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളിലും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ചിലരുണ്ട്. യാതൊന്നും കുടിക്കുകയോ കഴിക്കുകയോ എടുക്കുകയോ ചെയ്യാത്ത അച്ഛനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ അച്ഛന് ഒന്നിന്റെയും ആവശ്യമില്ല. ഇങ്ങനെ ഒരാളുണ്ടാകുക സാധ്യമേയല്ല ഈ ലോകത്ത്. ഒരേയൊരു നിരാകാരനായ ശിവബാബയാണ് ഉയർന്നയിലും ഉയർന്ന ഭഗവാൻ എന്ന് മഹിമ പാടിയിരിക്കുന്നത്. ആ ഭഗവാനെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. നിങ്ങളുടെ ഈ അച്ഛൻ അഭോക്താവാണ്. ടീച്ചറും അഭോക്താവാണ്. എങ്കിൽ സദ്ഗുരുവും അഭോക്താവാണ്. നിങ്ങളിൽ നിന്നൊന്നും ബാബ വാങ്ങുന്നില്ല. നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് ബാബ എന്ത് ചെയ്യാനാ? ഇത് അതിശയിപ്പിക്കുന്ന ഒരച്ഛനാണ്. തന്റേതായ യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്ത അച്ഛൻ. ഇങ്ങനെ ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. മനുഷ്യർക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവയെല്ലാം വേണം. എനിക്കൊന്നും ആവശ്യമില്ല. വന്ന് പതിതരെ പാവനമാക്കൂ എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചു. ഞാൻ നിരാകാരനാണ്. നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങുന്നില്ല. എനിക്ക് സ്വന്തം രൂപം തന്നെ, ആകാരം തന്നെയില്ല. ഞാൻ ബ്രഹ്മാവിൽ പ്രവേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി കഴിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നത് ബ്രഹ്മാവിന്റെ ആത്മാവാണ്. എന്റെ ആത്മാവിന് യാതൊരു ആശയമില്ല. ഞാൻ സേവനത്തിനു വേണ്ടി തന്നെയാണ് വരുന്നത്. എത്ര അതിശയിപ്പിക്കുന്ന കളിയാണ് എന്ന് ചിന്തിക്കുന്നു. ഒരു ബാബ എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ്. ആ ബാബയ്ക്ക് അല്പം പോലും ആഗ്രഹങ്ങളുമില്ല. വരുന്നു, പഠിപ്പിക്കുന്നു, മക്കളുടെ പാലന ചെയ്യുന്നു, കുട്ടികൾക്ക് നിർദ്ദേശം തരുന്നു. മധുരമായ മക്കളെ, ഇങ്ങനെ ചെയ്യൂ. ജ്ഞാനം കേൾപ്പിച്ചു തരുന്നു ബാബ. പക്ഷേ കുട്ടികളിൽ നിന്നൊന്നും തന്നെ ബാബ വാങ്ങുന്നില്ല. ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ബാബ തന്നെയാണ്. ശിവബാബയ്ക്ക് എന്തെങ്കിലും കൊടുത്തു. ബാബ അതെന്ത് ചെയ്യാനാ? ബാബ നിങ്ങളിൽ നിന്ന് പ്രസാദം വാങ്ങി കഴിക്കുമോ? ശിവബാബയ്ക്ക് ശരീരമേ ഇല്ല. പിന്നെ എങ്ങനെ വാങ്ങും?
എത്ര സേവനം ചെയ്യുന്നു എന്ന് നോക്കൂ. എല്ലാവർക്കും നല്ല നല്ല നിർദ്ദേശം നൽകി ബാബ തന്റെ മക്കളെ പുഷ്പമാക്കി മാറ്റുന്നു. കുട്ടികൾ ബാബയുടെ പാർട്ട് കണ്ട് അതിശയപ്പെടണം. ബാബ ദാതാവ് മാത്രമാണ്. ദാതാവ് എത്ര ശക്തിശാലിയാണ്. മറ്റ് യാതൊരു ആഗ്രഹവുമില്ല ബാബയ്ക്ക്. ബ്രഹ്മബാബയ്ക്ക് ചിന്തയുണ്ടായിരുന്നു, ഇത്രയും കുട്ടികളെ പരിപാലിക്കണം, കഴിപ്പിക്കണം, കുടിപ്പിക്കണം. ധനം മുഴുവൻ വരുന്നത് ശിവബാബയ്ക്ക് വേണ്ടിയിട്ടാണ്. ബ്രഹ്മബാബ തന്റേതായതെല്ലാം ശിവബാബയ്ക്ക് മുന്നിൽ സ്വാഹ ചെയ്തിരുന്നു. ബാബയുടെ ശ്രീമതമനുസരിച്ച് നടന്ന് ബ്രഹ്മബാബ തന്റേതെല്ലാം സഫലമാക്കി ഭാവിയുണ്ടാക്കുന്നു. ബാബ 100% നിഷ്കാമിയാണ്. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കും. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് കേൾപ്പിക്കും. മറ്റാർക്കും ഇതൊന്നും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് ഇതറിയുന്നത്. ബാബ അധ്യാപകന്റെ രൂപത്തിൽ പഠിപ്പിക്കുന്നു. ഫീസൊന്നും വാങ്ങുന്നില്ല. നിങ്ങൾ ശിവബാബയുടെ പേരിൽ യജ്ഞത്തിൽ സേവനം ചെയ്യുന്നു. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് സത്യുഗം മുതൽ തിരിച്ചു കിട്ടും. ബാബയ്ക്ക് ഞാൻ നരനിൽ നിന്ന് നാരായണനാകണം എന്ന ആഗ്രഹമുണ്ടോ? ബാബ ഡ്രാമ അനുസരിച്ച് പഠിപ്പിക്കുന്നു. എനിക്ക് ഉയർന്നതിലും ഉയർന്ന സിംഹാസനധാരിയാകണം എന്ന ആശയം ശിവബാബയ്ക്കില്ല. എല്ലാം പഠിത്തത്തിന്റെ ആധാരത്തിലാണ്, ദൈവിക ഗുണങ്ങളുടെ ആധാരത്തിലും. പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ഡ്രാമ അനുസരിച്ച് കൽപ്പം മുമ്പെന്നതുപോലെ ഇവർ അഭിനയിക്കുന്നു എന്ന് ബാബ കാണുന്നു. എല്ലാവരുടെയും പാർട്ടിനെ സാക്ഷിയായി കാണുന്നു. കുട്ടികളോടും പറയുന്നു, മക്കളെ, നിങ്ങളും സാക്ഷിയായി പാർട്ട് അഭിനയിക്കുന്നത് കാണൂ. നിങ്ങൾ നിങ്ങളെയും നോക്കൂ. ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ? സ്വയം പരിശോധിക്കൂ. ബാബ ബ്രഹ്മമുഖം ലോണെടുത്ത് സംസാരിക്കുന്നു. ആത്മാവ് ചൈതന്യമല്ലേ? ശവത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായും ചൈതന്യത്തിൽ തന്നെയാണ് ബാബയും വരുന്നത്. ശിവബാബ എത്ര നിഷ്കാമിയാണ്. യാതൊരാഗ്രഹവുമില്ല. ശരീരത്തിന്റെ അച്ഛനമ്മമാർക്കും കുട്ടികൾ വലിയവരായാൽ ഇവർ വളർന്നെന്നെ കഴിപ്പിക്കും എന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ ശിവബാബയാകുന്ന ഈ അച്ഛന് യാതൊരു ആഗ്രഹവുമില്ല. വന്ന് പഠിപ്പിക്കുക മാത്രമാണ് ഡ്രാമയിൽ എന്റെ പാർട്ടെന്ന് ബാബയ്ക്കറിയാം. ഇത് നാടകത്തിലടങ്ങിയതാണ്. എന്നാൽ മനുഷ്യൻ ഡ്രാമയെ ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളെ ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. ഈ ബ്രഹ്മവും പഠിക്കുന്നു. തീർച്ചയായും ബ്രഹ്മബാബ മറ്റാരേക്കാളും നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കണം. ബ്രഹ്മബാബയും ശിവബാബയുടെ ഒരു നല്ല സഹായിയാണ്. എന്റെ പക്കൽ ധനമൊന്നുമില്ല. കുട്ടികൾ തന്നെയാണ് എടുക്കുന്നതും കൊടുക്കുന്നതും. നിങ്ങൾ കുട്ടികൾ ബാബയ്ക്ക് കൊടുക്കുന്നത് എന്താണ്? 2 പിടി. പക്ഷേ കൊടുക്കുന്നതിന് ഭാവിയിൽ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളുടെ പക്കൽ ഉള്ളതെന്താണ്? ആരുടെയും കയ്യിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. അതിനാൽ വളരെ കുറച്ചാണ് നിങ്ങൾ ബാബയ്ക്ക് നൽകുന്നത്. എന്നാൽ നന്നായി പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല പദവി കിട്ടും. ഞങ്ങൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മയിൽ ജീവിക്കുന്നവർ വളരെ കുറച്ചു കുട്ടികളാണ്. അഥവാ ഈ ഓർമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ മന്മനാഭവസ്ഥിതിയാണ്. എന്നാൽ ലോകത്തിലെ കാര്യങ്ങളിൽ തന്നെ സമയം പാഴാക്കി കളയുന്ന ധാരാളം ബ്രാഹ്മണരുണ്ട്. ബാബ എന്തു പഠിപ്പിക്കുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു, എത്ര ഉയർന്ന പദവി നേടുന്നു എന്നീ കാര്യങ്ങളെല്ലാം ആ കുട്ടികൾ മറക്കുന്നു. പരസ്പരം വഴക്കടിച്ചും കലഹവുമായി സമയം പാഴാക്കുന്ന ബികേസുമുണ്ട്. വലിയ പരീക്ഷകൾ പാസ്സാകുന്നവർ ഒരിക്കലും തന്റെ സമയം പാഴാക്കി കളയുകയില്ല. അവർ നന്നായി പഠിക്കും. ആ ബ്രാഹ്മണ കുട്ടികൾ ശ്രീമതമനുസരിച്ച് നടക്കും. ശ്രീമതമനുസരിച്ച് നടക്കേണ്ടേ മക്കളെ? ബാബ പറയുന്നു, നിങ്ങൾ ആരെങ്ങനെ നടക്കുന്നില്ലയോ, തമ്മിൽ വഴക്കടിച്ച് നടക്കുന്നോ, അവരെക്കുറിച്ച് ബാബ പറയും, നിങ്ങൾ എന്റെ ആജ്ഞ അനുസരിക്കാത്തവരാണ്. ബാബയെ ഓർമ്മിക്കൂ എന്ന് ശ്രീമതം നൽകുന്നു. എന്നാൽ നിങ്ങൾ എന്നെ മറക്കുന്നു. ഇതിനെ ദൗർബല്യം എന്ന് പറയും. മായ നിങ്ങളെ മൂക്കിൽ പിടിച്ച് കുത്തി തലയിൽ കയറിയിരിക്കും. യുദ്ധമൈതാനമല്ലേ? നല്ല നല്ല കുട്ടികളെ പോലും മായ ജയിക്കുന്നു. പിന്നെ ആരുടെ പേര് മോശമാകും? ശിവബാബയുടെ. ഗുരുനിന്ദകർ സ്ഥാനമെടുക്കില്ല എന്ന് പാടാറുണ്ട്. ഇങ്ങനെ മായയോട് തോൽക്കുന്നവർക്ക് എവിടെ സ്ഥാനം കിട്ടാനാണ്? ഞങ്ങൾ സ്വന്തം മംഗളത്തിനു വേണ്ടി എങ്ങനെ പുരുഷാർത്ഥം ചെയ്യണം എന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം.
നല്ല നല്ല മഹാരഥികളെ പോലെയായി നിങ്ങളും എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബാബ സേവനത്തിനുള്ള യുക്തികൾ സഹജമായി പറഞ്ഞു തരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പവിത്രമായി തീരും. പവിത്ര ലോകത്തിന്റെ ചിത്രമില്ലേ? ഇതാണ് മുഖ്യ ചിത്രം. ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ചിത്രം നിങ്ങൾ വെക്കണം. ഡോക്ടറാകാൻ പഠിക്കണമെങ്കിൽ ഡോക്ടറെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ലല്ലോ. വക്കീലാകാൻ പഠിക്കുന്നതിന് ഏതെങ്കിലും വക്കീലിനെ ഓർമ്മിക്കേണ്ട കാര്യവുമില്ല. അതിനാലാണ് ബാബ പറയുന്നത്, നിങ്ങൾ ശിവബാബയെ ഓർമ്മിച്ചാൽ മതി, ലക്ഷ്മി നാരായണന് സമാനമായിട്ട് മാറാം. അത്രമാത്രം നിങ്ങളുടെ മനോകാമനകളെല്ലാം ഞാനാണ് പൂർത്തിയാക്കി തരുന്നത്. നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. മായ നിങ്ങളെ എത്ര അമ്പരിപ്പിച്ചാലും യുദ്ധം തന്നെയല്ലേ ചെയ്യുന്നത്. പെട്ടെന്ന് ജയിക്കുകയൊന്നുമില്ല. ഇതും ബാബയ്ക്ക് അറിയാം. ഇപ്പോൾ വരിക്കും മായയെ പൂർണ്ണമായിട്ട് ആരും ജയിച്ചിട്ടുമില്ല. മായയെ ജയിച്ചാൽ പിന്നെ ജഗജ്ജീത്താകും. ഞാൻ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ് എന്ന് പാടാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മായയെ അടിമയാക്കണം. സത്യുഗത്തിൽ മായ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖം നൽകില്ല. ഇന്ന് ലോകം തന്നെ വളരെ മോശമാണ്. പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടേയിരിക്കുന്നു. എത്ര മധുരമായ മായയാണ്. ബാബയ്ക്ക് സ്വന്തമായി യാതൊരു ആഗ്രഹവുമില്ല. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കുന്നില്ലല്ലോ കുട്ടികൾ. ചിലർ പറയും, ഞങ്ങൾ ശിവബാബയെ അംഗീകരിക്കുന്നു, പക്ഷെ ബ്രഹ്മബാബയെ അംഗീകരിക്കില്ല. എന്നാൽ ശിവബാബ പറയാണ്, ബ്രഹ്മബാബയും ശിവബാബയും ഒരുമിച്ചാണ്. ബ്രഹ്മാവാകുന്ന ദല്ലാളില്ലാതെ ശിവബാബയ്ക്ക് വ്യാപാരം നടത്താൻ കഴിയില്ല. ബ്രഹ്മബാബ ശിവബാബയുടെ രഥമാണ്. ഈ രഥത്തിന്റെ പേരാണ് ഭാഗ്യശാലി രഥം. എല്ലാവരേക്കാളും നമ്പർ 1 ഉയർന്നത് ബ്രഹ്മബാബയാണ്. ക്ലാസ്സിൽ ലീഡറെ അംഗീകരിക്കാറുണ്ടല്ലോ. ക്ലാസ് ലീഡർക്ക് ബഹുമാനവും കൊടുക്കാറുണ്ടല്ലോ. കളഞ്ഞുപോയി തിരികെ കിട്ടിയ എന്റെ നമ്പർ 1 കുട്ടിയാണ് ബ്രഹ്മബാബ. അവിടെയും സത്യുഗത്തിലും എല്ലാ രാജാക്കന്മാരും ഇദ്ദേഹത്തെ, അതായത് ശ്രീനാരായണനെ ബഹുമാനിക്കാറുണ്ട്. ഇത് എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ബഹുമാനം കൊടുക്കാനുള്ള ബുദ്ധി വരും. സംഗമയുഗത്തിൽ ബഹുമാനം നൽകാൻ പഠിക്കുമ്പോൾ മാത്രമേ സത്യുഗത്തിലും ബഹുമാനം നൽകുന്ന ഈ സംസ്കാരം കൂടെ ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ബാക്കി എന്ത് ലഭിക്കും? ശിവബാബയെ ഓർമ്മിക്കാൻ പോലും സാധിക്കില്ല. ബാബ പറയുന്നു, ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങളുടെ തോണി മറുകര എത്തുകയുള്ളൂ. പരിധിയില്ലാത്ത രാജ്യം നൽകുന്നു ബാബ. ഇങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കണം? ഉള്ളിൽ എത്ര സ്നേഹം ബാബയോടുണ്ടാകണം? ബ്രഹ്മബാബയെ നോക്കൂ. ശിവബാബയോട് ബ്രഹ്മബാബയ്ക്ക് എത്ര സ്നേഹമായിരുന്നു. സ്നേഹമുണ്ടെങ്കിൽ സ്വർണ്ണ പാത്രത്തിന് സമാനമായി നിങ്ങൾ മാറും. പാത്രം സ്വർണമാകുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റവും ഫസ്റ്റ് ക്ലാസ് ആകും. ഡ്രാമ അനുസരിച്ച് രാജധാനി സ്ഥാപിതമാകണം. അതിലെല്ലാ പ്രകാരത്തിലുള്ള കുട്ടികളും വേണം. ബാബ മനസ്സിലാക്കി തരുന്നു, മക്കളെ, നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത്. നിങ്ങൾ സേവനം ചെയ്യുന്നില്ലെങ്കിൽ സമയം പാഴാക്കി കളയുകയാണ്. ശിവബാബയുടെ യജ്ഞത്തിൽ ആരും സേവനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ്? സേവനയുക്തരായവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. തന്റെ മംഗളം ചെയ്യുന്നതിന് താൽപര്യം വേണം, ഇല്ലെങ്കിൽ പദവി നഷ്ടമാകും. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുകയാണെങ്കിൽ ടീച്ചറും സന്തോഷിക്കും. ഇത് ബാബയുടെ പേരിനെ പ്രശസ്തമാക്കും. കാരണം അപ്പോൾ ടീച്ചറിന് മനസ്സിലാകും, എന്റെ കുട്ടി നന്നായി പഠിക്കുകയാണെങ്കിൽ കുട്ടിയിലൂടെ ടീച്ചറുടെ പേരിന് പ്രശസ്തി കിട്ടും. ഇവിടെ ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്. എല്ലാ പ്രകാരത്തിലും സന്തോഷിക്കും. നല്ല സൽപുത്രന്മാരോട് അച്ഛനമ്മമാരും സമർപ്പണമാകും. നന്നായി സേവനം ചെയ്യുന്നത് കേൾക്കുമ്പോൾ ബാബയ്ക്കും സന്തോഷമുണ്ടാകും. വളരെ പേർക്ക് സേവനം ചെയ്യുന്നവരുടെ പേരും തീർച്ചയായും പ്രശസ്തമാകും. ഉയർന്ന പദവിയും അവർ തന്നെയാണ് നേടുന്നത്. രാവും പകലും അവർക്ക് സേവനത്തിന്റെ ചിന്ത മാത്രമേ ഉണ്ടാകൂ. ഭക്ഷണത്തിന്റെ ചിന്ത പോലും ഉണ്ടാകില്ല. മനസ്സിലാക്കി കൊടുത്ത് അവരുടെ തൊണ്ട പൊട്ടിപ്പോകും. ഇങ്ങനെയുള്ള കളഞ്ഞുപോയി തിരികെ കിട്ടിയ സേവനയുക്തരായ കുട്ടികൾ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ഇത് 21 ജന്മത്തെ കാര്യമാണ്, അതും കൽപ്പകൽപ്പങ്ങളിലേക്ക്. റിസൾട്ട് വരുമ്പോൾ അറിയാം എത്ര സേവനം നിങ്ങൾ ചെയ്തു എന്ന്. എത്ര പേർക്ക് വഴി പറഞ്ഞുകൊടുത്തു. പെരുമാറ്റവും മാറ്റേണ്ടത് അത്യാവശ്യമാണ്. മഹാരഥി, കുതിരസവാരി, കാലാൾപ്പട എന്ന പേരുകളുണ്ടല്ലോ.
സേവനം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കാലാൾപ്പടയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇനി, ഞാൻ ധനം കൊണ്ട് ബാബയുടെ യജ്ഞത്തിൽ സേവനം ചെയ്തിട്ടുണ്ട്, അതിനാൽ എനിക്ക് ഉയർന്ന പദവി കിട്ടും എന്ന് വിചാരിച്ചിരിക്കരുത്. ഇത് വളരെ വലിയ തെറ്റാണ്. പദവിയുടെ ആധാരം പഠിത്തവും സേവനവുമാണ്. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, പഠിച്ചുയർന്ന പദവി നേടൂ. കൽപ്പകൽപ്പത്തിലേക്ക് നഷ്ടമുണ്ടാക്കരുത്. ബാബ കാണുന്നുണ്ട്, ഈ കുട്ടികൾ തനിക്ക് നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവർ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ ധനം നൽകി, അതിനാൽ ബാബയുടെ കഴുത്തിലെ മാലയിൽ ഞാൻ സമീപം വരും എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ കുട്ടികളെ, ധനം നൽകിയാൽ മാത്രം പോരാ. മാലയിൽ മണിയാകുന്നതിന് ജ്ഞാനം ധാരണ ചെയ്യണം, യോഗം ചെയ്യണം. ജ്ഞാനം ധാരണ ചെയ്തിട്ടില്ല, യോഗം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദയ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ബാബയെ എന്ത് ഫോളോ ചെയ്യാനാണ്? ബാബ വന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ പുഷ്പങ്ങളാക്കുന്നതിനാ. ധാരാളം പേരെ പുഷ്പങ്ങളാക്കുന്നവരിൽ ബാബയും ബലിയർപ്പിതമാകും. സ്ഥൂല സേവനങ്ങൾ യജ്ഞത്തിൽ ധാരാളമുണ്ട്. യജ്ഞത്തില് ബാബയുടെ അടുക്കളയിൽ ആരാണോ സേവനം ചെയ്യുന്നത്, ബാബ അവർക്ക് വളരെയധികം ബഹുമാനം നൽകാറുണ്ട്. അവർക്ക് ധാരാളം പേരുടെ ആശീർവാദം ലഭിക്കും. സേവനം ചെയ്യുന്നവരെല്ലാവരും മനസ്സിലാക്കണം, ഞാൻ എന്റെ തന്നെ മംഗളമാണ് ചെയ്യുന്നത്. തന്റെ എല്ലുകൾ സേവനത്തിൽ നൽകുന്നതിലൂടെ സ്വന്തം സമ്പാദ്യമാണ് ഉണ്ടാക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടി സേവനം ചെയ്യണം. എന്നാൽ യജ്ഞത്തിൽ ആരാണോ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്, അവർ തന്റെ തന്നെ ഭാഗ്യം നശിപ്പിക്കുന്നു. ലോഭം ആർക്കുണ്ടോ, ആർത്തി ആർക്കുണ്ടോ, അവരെ ആ ലോഭം തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും വാനപ്രസ്ഥികളാണ്. നിങ്ങൾക്ക് ശബ്ദത്തിനുപരി പോകണം. ദിവസം മുഴുവനും ഞാൻ എത്ര സേവനം ചെയ്യുന്നുണ്ട് എന്ന് സ്വയത്തോട് ചോദിക്കണം. ചില കുട്ടികൾക്ക് സേവനം ചെയ്യാതെ സുഖം ലഭിക്കില്ല. ചിലരിലെല്ലാം പലതരത്തിലുള്ള ഗ്രഹപ്പിഴകളും ഉണ്ട്. ബുദ്ധിയിൽ അല്ലെങ്കിൽ പഠിത്തത്തിലൊക്കെ ഗ്രഹപ്പിഴ കാണിക്കുന്നുണ്ട് ചിലർ. ബാബ എല്ലാവരെയും ഒരേപോലെ പഠിപ്പിക്കുന്നു. ബുദ്ധി ഓരോരുത്തർക്കും ഓരോ വിധമായിരിക്കും. എന്നാലും മക്കളെ പുരുഷാർത്ഥം ചെയ്യണം. ഇല്ലെങ്കിൽ കൽപ്പകൽപ്പാന്തരം പദവി ഇങ്ങനെ തന്നെ പോകും. അന്തിമത്തിൽ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും സാക്ഷാത്കാരം ഉണ്ടാകും. സാക്ഷാത്കാരത്തിന് ശേഷം ട്രാൻസ്ഫറാണ്. അന്തിമത്തിൽ സമയം വെറുതെ പാഴാക്കി എന്ന പശ്ചാത്താപം മാത്രമേ ഉണ്ടാകൂ. ഇത് ശാസ്ത്രങ്ങളിലും ഉണ്ട്. കൽപ്പകൽപ്പാന്തരമായി വളരെ ചതി അനുഭവിച്ചു. ധാരാളം പേർ ശ്രദ്ധിക്കുന്നുണ്ട്. ശിവബാബയ്ക്ക് കുട്ടികൾ പഠിച്ചുയർന്ന പദവി എത്തണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത്. അല്ലാതെ ബാബയ്ക്ക് തന്റേതായ യാതൊരു സ്വാർത്ഥ ആഗ്രഹങ്ങളുമില്ല. ശിവബാബയ്ക്ക് തന്റെ കർമ്മത്തിനു വേണ്ടിയും യാതൊരു വസ്തുവും വേണ്ട. ബാബ മനസ്സിലാക്കി തരുന്നു, മക്കളെ അന്തർമുഖിയാകൂ. മുഴുവൻ ലോകവും ബഹിർമുഖിയാണ്. നിങ്ങൾ അന്തർമുഖികളാകണം. സ്വന്തം അവസ്ഥ നോക്കണം. പരിവർത്തനപ്പെടുന്നതിന് പുരുഷാർത്ഥവും ചെയ്യണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിന് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സാക്ഷിയായി സ്വയത്തിന്റെ പാർട്ട് നോക്കൂ. ഞാൻ